ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ അവരുടെ സിറ്റിസൺസോ എന്തെങ്കിലും കാര്യത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അടിച്ചമർത്താൻ ഒരു സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു ഡെമോക്രസി ആയിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, മിഡിൽ ഈസ്റ്റിന് ആരാണ് കൂടുതൽ ഡാമേജ് ചെയ്യുന്നത്? ശരിയാണ്, ഇസ്രായേൽ ഒരുപാട് ഡാമേജ് ചെയ്തിട്ടുണ്ട്. നിലനിൽപ്പിനെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും അതിന് കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗാസയിൽ. പക്ഷേ നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുക്കുക. ഒന്ന്, ഇറാന് ആര് കൂടുതൽ ഡാമേജ് ചെയ്യുന്നു, മിഡിൽ ഈസ്റ്റിന് ആര് കൂടുതൽ ഡാമേജ് ചെയ്തു. മിഡിൽ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തും, അതായത് തകർന്നു വീണ ഓരോ രാജ്യത്തും, ലെബനോണിൽ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ ഷിയ മിലിഷ്യയെ വളർത്തിക്കൊണ്ടുവന്നത് ഇറാനാണ്. സിറിയയിൽ ആസാദ് റജീം, ഒപ്രസീവായിട്ടുള്ള ആസാദ് റജീമിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഇറാനാണ്. യമനിൽ ഹൂത്തികൾ എന്ന് പറയുന്ന പ്രോക്സി ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ടുവന്നത് ഇറാനാണ്. ഷിയ മിലീഷ്യാസിന് ഇറാഖിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഇറാനാണ്. ബഹ്റൈനിലും സൗദിയിലും ഷിയ സുന്നി സ്പ്ലിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇറാനാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റില് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇറാനല്ലേ? അതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇത്രയും വലിയ യുദ്ധം ഉണ്ടായിട്ടും 250 ആളുകൾ മരിച്ചിട്ടും ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യം പോലും സപ്പോർട്ടിന് പോയിട്ട് ജസ്റ്റ് അപലപിച്ചു. മറ്റേത് രാജ്യം ചെയ്ത പോലെ അപലപിക്കുക മാത്രമാണ് ചെയ്തത്. രണ്ടാമത്, ഇറാനിയൻ കമ്മ്യൂണിറ്റിക്ക് ആരാണ് കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത്? ഇറാൻ എന്ന് പറഞ്ഞാൽ സർപ്രൈസിംഗ് ആയിട്ട് ഈ കാണുന്നവർക്ക് എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കാം. ലോകത്ത് ഇന്ത്യയെക്കാളും കൂടുതൽ നാച്ചുറൽ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. വലിയ രാജ്യമാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും കാനഡയ്ക്കും തൊട്ട് താഴെ അഞ്ചാമത്തെ ഏറ്റവും വലിയ റിസോഴ്സ് റിച്ച് രാജ്യമാണ്. പക്ഷെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അവരെവിടെ നിൽക്കുന്നു? ശരിയാണ്, സാങ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? അപ്പൊ അവിടുത്തെ ജനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്കോണമി, ലോകത്ത് മിസറി ഇൻഡെക്സ്, ഇപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. ലോക മിസറി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിൽ എപ്പോഴും ടോപ്പ് 5 റാങ്ക് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവരുടെ കറൻസി കൂപ്പുകുത്തി ലോകത്തിലെ ഏറ്റവും ഡീവാല്യൂഡ് കറൻസി ആയിട്ട് പോയിരിക്കുന്നു. ഇൻഫ്ലേഷൻ 40% മേളിൽ നിൽക്കുന്നു. അൺഎംപ്ലോയ്മെന്റ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഹാപ്പി അല്ല. അവിടുത്തെ സിസ്റ്റം പ്രൊട്ടസ്റ്റുകൾ അടിച്ചമർത്തുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യം അവർ ചോദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ് അവരെ കൂടുതൽ ഒപ്രസ് ചെയ്യുന്നത്? പുറത്തുനിന്നുള്ള ഇസ്രായേലാണോ അതോ അകത്ത് തന്നെ നിൽക്കുന്ന ഖമേനിയുടെ റെജീമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ മതത്തെ കൂട്ടിക്കലർത്തേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോലുള്ള ഒരുപാട് മലയാളികൾ മിഡിൽ ഈസ്റ്റിലുള്ള UAE-ലും ബഹ്റിനിലും ഖത്തറിലും എൻ്റെ ഫാമിലി തന്നെ ഉണ്ട്. ഇവരെല്ലാം അവിടെ പോയി ജോലി ചെയ്യുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മതമല്ല പ്രശ്നം, എക്സ്ട്രീമിസമാണ് പ്രശ്നം.